തിരുവനന്തപുരം നഗരസഭാ ഭരണം BJP പിടിച്ചെടുത്തതിൽ ഏറ്റവും ദുഃഖിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്തെ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരാണ്. അവർ രാപകൽ ഭേദമന്യേ ഓവർ ടൈം പണിയെടുക്കുകയാണ് BJPയെ നഗരസഭാ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ. മുഖ്യ പ്രതിപക്ഷമായ CPMനും അതുപോലെ അവരോടൊപ്പം നിൽക്കുന്ന രണ്ടാമത്തെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനും ഇല്ലാത്ത മനോവ്യഥയാണ് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർക്ക്. ഈ മാപ്രകൾ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല എന്ന് മാത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീലേഖ IPS ശാസ്തമംഗലത്തെ വാർഡ് കൗൺസിലറാണ്, മുൻ DGP ആണ്. അവർക്കെതിരെ ഒരു വാർത്ത, അതായത് എനിക്ക് മേയർ സ്ഥാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, അത് നടപ്പായില്ല, അത് നടപ്പാക്കാൻ BJP തയ്യാറായില്ല, എനിക്കതിൽ കടുത്ത അസംതൃപ്തിയുണ്ട്, ഞാൻ ദുഃഖിതയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രീലേഖ രംഗത്ത് വന്നതായിട്ട് ഒരു കൂട്ടം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദൃശ്യമാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വന്നത്. അവർ തലങ്ങും വിലങ്ങും ഈ ശ്രീലേഖയുടെ വാഗ്ധോരണി ഉദ്ധരിച്ചുകൊണ്ട് അഴിഞ്ഞാടി. അവസാനം ശ്രീലേഖയ്ക്ക് ഫേസ്ബുക്കിലും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും വന്ന് ലൈവായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വന്നു. അത് മറ്റൊന്നുമല്ല, താൻ ഇപ്പോൾ കിട്ടിയ ഈ കൗൺസിലർ പദവിയിൽ, ജനങ്ങൾ നൽകിയ ഈ ജനവിധിയിൽ താൻ സംതൃപ്തയാണ്, സന്തോഷവതിയാണ്, മറ്റൊന്നും താൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയൊരു ഇലക്ഷന് മത്സരിക്കാൻ തന്നെ തനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പാർട്ടി ഒറ്റക്കെട്ടാണ്, പാർട്ടിയിൽ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊന്നുമില്ല. അങ്ങ് മുകൾ തട്ടിൽ നരേന്ദ്രമോദി മുതൽ ഇങ്ങ് താഴെ തട്ടിൽ ഒരു സാധാരണ പ്രവർത്തകൻ വരെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, തനിക്ക് അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും ആരും നൽകിയിരുന്നില്ല എന്ന് ലൈവായിട്ട് വന്ന് പറയേണ്ടി വന്നു. ഇത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഉത്തരമില്ല. അവർ ആരെ സംതൃപ്തിപ്പെടുത്താനാണ് അല്ലെങ്കിൽ ആരെ സന്തോഷിപ്പിക്കാനാണ് ഇത്തരം വാർത്തകൾ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ശ്രീലേഖയാകട്ടെ തനിക്ക് ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ആയി വിജയിക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ നേട്ടമായി കരുതുന്നു. അവർ പറയുന്നു, തൻ്റെ ഇനിയുള്ള ജീവിതം ശാസ്തമംഗലത്തെ, ഈ വരുന്ന 5 വർഷവും താൻ ശാസ്തമംഗലത്തെ വോട്ടർമാരെ, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നീക്കിവച്ചിരിക്കുകയാണ് എന്നാണ്. ശ്രീലേഖയുമായിട്ട് നേരത്തെ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ചർച്ച ചെയ്ത് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് നമുക്കറിയില്ല. പാർട്ടിക്കുള്ളിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ പല അഭിപ്രായങ്ങൾ ഉയരും. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ, തെരഞ്ഞെടുപ്പ് പര്യടനം നടന്നിരുന്ന വേളയിൽ പലരും, പല മാധ്യമങ്ങളും ശ്രീലേഖയെ മേയറായിട്ട് ഉയർത്തി കാണിച്ചിരുന്നു. ശ്രീലേഖ BJPയുടെ മേയർ കാൻഡിഡേറ്റ് ആണ് എന്ന മട്ടിൽ പ്രചാരണവും കൊടുത്തു. ഇതെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഓവർ ടൈം പണിയെടുക്കുന്ന CIT മാപ്രകളുടെ ജോലിയാണ് എന്ന് തിരിച്ചറിയാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. അന്ന് തന്നെ BJP നേതൃത്വം പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം കൗൺസിൽ പാർട്ടി തീരുമാനിക്കും മേയർ ആരാണ് എന്ന്. അത് ആ കൗൺസിൽ പാർട്ടിയിൽ ഉയരുന്ന അഭിപ്രായം, അവിടെ 1, 2, 3 പേരുകൾ ഉയരും, അത് ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് അയക്കും. കേന്ദ്ര നേതൃത്വമാണ് തീരുമാനമെടുക്കുന്നത് ആരായിരിക്കണം മേയർ എന്നുള്ള കാര്യത്തിൽ. എപ്പോഴും അങ്ങനെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം താഴെ തട്ടിൽ നിന്ന് നേതൃത്വം പേരുകൾ സ്വീകരിക്കും. തുടർന്ന് അത് വിശകലനം ചെയ്ത് ഏറ്റവും മികച്ചത് എന്ന് അവർ കണ്ടെത്തുന്ന ഒരാളെ അവർ ആ പദവിയിലേക്ക്, ആ സ്ഥാനത്തേക്ക് നിയോഗിക്കും. നമ്മുടെ നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അന്ന് ഈ മാധ്യമങ്ങൾ, ഡൽഹിയിൽ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്നും നമുക്കറിയാം. 2013 നരേന്ദ്രമോദിയെ ഉയർത്തി കാണിക്കുമ്പോൾ വലിയ പ്രതിഷേധവും
പ്രതിരോധവും തീർക്കാൻ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു, ഓവർ ടൈം പണിയെടുത്തിരുന്നു. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ നരേന്ദ്രമോദിയെ വേട്ടയാടിയ മാധ്യമങ്ങൾ ഒന്നൊഴിയാതെ ഒരു മാധ്യമം പോലും അതിൽ നിന്ന് മാറി നിന്നില്ല. അദ്ദേഹത്തെ BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചപ്പോൾ സർവ അടവുകളും പയറ്റി പൂഴിക്കടകൻ, നമ്മുടെ MT വാസുദേവൻ നായരുടെ ഭാഷയിൽ പറഞ്ഞാൽ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് വെട്ടുന്ന കുറുപ്പന്മാരുടെ ചതിപ്രയോഗം എന്ന് അദ്ദേഹം ഒരു ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ആണ് മാധ്യമങ്ങൾ പൂഴിക്കടകൻ വരെ പുറത്തെടുത്തു. ഇപ്പോഴിതാ അന്ന് നരേന്ദ്രമോദി എങ്കിൽ ഇന്ന് ശ്രീലേഖ, അന്ന് ഡൽഹി എങ്കിൽ ഇന്ന് തിരുവനന്തപുരം. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. തിരുവനന്തപുരം നഗരഭരണം BJP നടത്തുന്നത് ചിലർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. CPM-ഓ കോൺഗ്രസോ LDF-ഓ UDF-ഓ ഒന്നുമല്ല, ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകരാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. അവർക്ക് നഗരഭരണം BJP-യുടെ കയ്യിലേക്ക് പോയത് ഒട്ടും തന്നെ രുചിച്ചിട്ടില്ല. രുചിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തുപ്പിക്കളയൂ. നിങ്ങളല്ല BJP-യെ തിരഞ്ഞെടുത്തത്, അത് ഈ നാട്ടിലെ ജനങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങൾ കൊടുത്ത സമ്മതിയാണ് അവരെ ഇന്ന് അധികാര സോപാനങ്ങളിൽ എത്തിച്ചത്. നിങ്ങൾ അലമുറയിട്ട് കരഞ്ഞതുകൊണ്ടോ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഓവർ ടൈം പണിയെടുത്താൽ ഒടിഞ്ഞു മടങ്ങി നിങ്ങൾ വീട്ടിലിരിക്കുകയുള്ളൂ. ജനങ്ങൾക്ക് നിങ്ങളൊരു പ്രശ്നമേ അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇവിടെ ശ്രീലേഖ കൃത്യമായിട്ടും നേരിൽ വന്ന് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ അവർ പറഞ്ഞു, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ആരോടും അത്തരത്തിൽ പറഞ്ഞിട്ടില്ല, എനിക്ക് ലഭിച്ച പദവിയിലൂടെ, എനിക്ക് ലഭിച്ച ജനസമ്മതിയിലൂടെ ഞാൻ മുന്നോട്ട് പോകും. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവർ വ്യക്തമായി പറയുന്നു. വരികൾക്കിടയിൽ വായിച്ചെടുത്ത് കഥകൾ സൃഷ്ടിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഒന്ന് ആലോചിക്കണം. നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ജനങ്ങളെയാണ്. ജനങ്ങളുടെ തീരുമാനത്തെ, അവർ നൽകിയ വിജയത്തെയാണ് നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ഇത് മാധ്യമ പ്രവർത്തകർക്ക് ഭൂഷണമല്ല. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്ന് അഭിമാനിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ രാഷ്ട്രീയ കോമരങ്ങൾക്ക് സ്തുതി പാടുന്ന, അല്ലെങ്കിൽ അവരുടെ ഏറാൻ മൂളികളായി നിന്നുകൊണ്ട് ഇത്തരത്തിൽ ജനവിധി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നല്ല കാര്യമല്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ശ്രീലേഖ IPS നാളെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമായിരിക്കും, അല്ലാതിരിക്കും. അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. അവർ മത്സരിച്ചേക്കാം, മത്സരിക്കാതിരിക്കാം. നിലവിൽ അവർ കൗൺസിലറാണ്. കൗൺസിലർ എന്നുള്ള പദവിയിൽ അവർ ശോഭിക്കട്ടെ. അവർ കൗൺസിലർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, വിമർശിക്കുക, തെറ്റ് തിരുത്താൻ അവരെ പ്രേരിപ്പിക്കുക. അതാണ് മാധ്യമധർമ്മം. ആ മാധ്യമധർമ്മം നിങ്ങൾ നിർവഹിച്ചാൽ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും. നിങ്ങൾക്ക് സത്യസന്ധരാണ് എന്നുള്ള പേര് ലഭിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലന്മാരെന്നോ ഏറാൻ മൂളികളെന്നോ മാത്രമേ നിങ്ങളെ വിശേഷിപ്പിക്കുകയുള്ളൂ. നിങ്ങളുടെ ശവക്കുഴി സ്വയം തോണ്ടുകയാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും അച്ചടി മാധ്യമം എവിടെ എത്തി നിൽക്കുന്നു എന്ന്. ദൃശ്യമാധ്യമങ്ങളും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തെ മുൻനിർത്തി നിങ്ങൾ മനസ്സിലാക്കുക, സ്വയം തിരുത്തുക. മറ്റുള്ള ഈ പറഞ്ഞതുപോലെ ജനവിധി അട്ടിമറിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സ്തുതി പാടാനും ദയവായി പോകാതിരിക്കുക. അത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന മാധ്യമങ്ങളുണ്ട്, അവരതൊക്കെ ചെയ്തോളും. അത് അവരുടെ ജോലിയാണ്, അത് അവർക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്നതാണ്. ജനങ്ങൾക്കതിൽ പരാതിയില്ല. പക്ഷേ നിഷ്പക്ഷരെന്നും സ്വതന്ത്രരെന്നും അഭിമാനിക്കുന്ന മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഇത്തരം കുൽസിത പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ നിഷ്പക്ഷത എന്ന മുഖം മൂടി അഴിഞ്ഞു വീഴും. അത് ഏതാണ്ട് അഴിഞ്ഞു വീണിരിക്കുന്നു. ജനങ്ങളത് പിച്ചി ചീന്തിയിരിക്കുന്നു. ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പെരുമാറുക. ഒരു സംവിധാനത്തെ, ഭരണ സംവിധാനത്തെ കൊണ്ടുവരുന്നതും താഴെ ഇറക്കുന്നതും മാധ്യമങ്ങളല്ല, ജനങ്ങളാണ്. ജനങ്ങളിൽ അഭിപ്രായ രൂപീകരണം നടത്താൻ മാത്രമേ മാധ്യമങ്ങൾക്ക് അധികാരമുള്ളൂ, അവകാശമുള്ളൂ. അങ്ങനെ അഭിപ്രായ രൂപീകരണം നടത്തുന്നതിന് വസ്തുതകൾ, യഥാർത്ഥ വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിൽ എത്തിക്കുകയാണ് വേണ്ടത്. മറിച്ച് വ്യാജ വാർത്തകൾ നിർമ്മിച്ചു നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ ഗ്രൂപ്പ്
ഗ്രൂപ്പിസം വളർത്താൻ നിങ്ങൾ നിങ്ങളുടെ പേന ഉന്തരുത്, നിങ്ങളുടെ മൈക്ക് ഉപയോഗിക്കരുത്, നിങ്ങളുടെ ക്യാമറ ചലിപ്പിക്കരുത്. ദയവായി അതിൽ നിന്ന് പിന്മാറണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ജനഹൃദയങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും. ജനങ്ങൾ ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് നാളെ നിങ്ങളെ വെറുക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ദയവായി എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ എത്തിച്ചേരരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ശ്രീലേഖയെ ശ്രീലേഖയുടെ വഴിക്ക് വിടൂ. അവർ കൗൺസിലർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, അവരെ വിമർശിക്കാം, തിരുത്താം. അത് അന്തസ്സുള്ള മാധ്യമ പ്രവർത്തനമാണ്. അത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകും. സ്വയം ചിത്രീകരിക്കുന്ന മാധ്യമങ്ങൾ അവസാനം നാറി നാണം കെട്ട് അന്തസ്സില്ലാതെ നിലകൊള്ളേണ്ടി വരും, തലയും താഴ്ത്തി. ഇതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും തന്നെ പറയാനില്ല. ഇന്ന് ചില അച്ചടി മാധ്യമങ്ങളെങ്കിലും ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ ഈ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഒരു മാന്യത കാണിച്ചു. ശ്രീലേഖയുടെ വെർഷൻ കൂടി, ശ്രീലേഖയുടെ ഇക്കാര്യത്തിലെ പ്രതികരണം കൂടി കൊടുക്കാൻ അവർ തയ്യാറായി. നല്ല കാര്യം, നിങ്ങൾക്ക് വാർത്ത കൊടുക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പുറത്തെ വശം കൂടി കൊടുക്കണമെന്നും മാത്രം. അത് ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് നിങ്ങൾ വാർത്തകളെ സൃഷ്ടിക്കരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.